പവിത്രം സീരിയലിന്റെ 33ാമത്തെ എപ്പിസോഡാണ്. രാത്രിയില് വിക്രം ഇപ്പോ ഗൗരിയുടെ വീട്ടിലാട്ടോ. വരാന്തയിൽ ഇരിക്കുമ്പോ ഷീല വന്ന് വെള്ളം കുടിക്കുന്ന ശീലം ഉണ്ടോന്ന് ചോദിച്ചിട്ട് ഒരു കുപ്പി വെള്ളം മുന്നിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കട്ടോ. അവിടെ റാംബയ്യയുടെ റൂമിൽ കിടക്കാൻ അമ്മ പറഞ്ഞത്. വിക്രം പറയും, വേണ്ട, എനിക്ക് ഇവിടെ കിടന്നിക്കുന്നതാ ഇഷ്ടം, ഞാൻ ഇവിടെ കിടന്നോളാം, ഇവിടെ നല്ല തണുക്കും, ഞാൻ പായയും ഷീറ്റും എടുക്കാം. വേണ്ട, എന്റെ കാര്യം നോക്കണ്ട, ഇയാളുടെ കാര്യം നോക്കിക്കോളൂ. അപ്പോ ഷീല പറയും, എന്തായാലും ഞാൻ കൊണ്ടുവെക്കാം, ആവശ്യമാണെങ്കിൽ എടുക്കാലോ. അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോ പാട്ടും പാടിക്കൊണ്ട് ഗൗരിമോൾ അങ്ങോട്ട് വരും. ഇതെന്താ? ടെന്റാണേ, അച്ഛൻ ടൂർ റൂം കൊണ്ടുവന്ന ആ പുൽത്തടിയിൽ അടിച്ചാ മതി. വിക്രം പറയും, അതൊരു കിടിലൻ സജഷനാ, ടെന്റിൽ കിടക്കാനോ എന്ന് ഷീല ചോദിക്കുമ്പോ വിക്രം പറയും, അത് നല്ലതല്ലേ. അപ്പോ ഷീല ചോദിക്കും, നിങ്ങൾ ശരിക്കും ഗൂർക്കയാണോ? വിക്രം പറയും, അതെ, ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഗൗരിമോൾ ചോദിക്കും, ഗൂർക്കയോ, അതെന്താ? വിക്രം പറയും, അതൊരു ജോലിയാ. ചമ്പുകന്റെ ജോലിയോ? വിക്രം പറയും, അതെ, ഗൂർക്കകളുടെ കയ്യിൽ എപ്പോഴും കുക്രി എന്ന് പറയുന്ന ഒരു കത്തി ഉണ്ടാകും. എനിമീസ് വരുമ്പോഴേ ആ കത്തി ഉപയോഗിച്ചാ ഓടിക്കാ. അതില് ഗൗരി പറയും, പുളു പുളു പുളു, പച്ച പുളു. കുക്രു എന്നുള്ള പേരിൽ ഒരു സാധനവും ഇല്ല. കോക്ര എന്ന് പറയുന്ന ഒരു കത്തിയുണ്ട്, എന്റെ കൂടെ സ്കൂളിൽ വരുന്നു, എന്തു എപ്പോഴും കാണിക്കും എന്ന് പറഞ്ഞേ കൈ ഇങ്ങനെ തലയിൽ വെച്ച് കൊഞ്ഞോളം കുത്താട്ട്. വിക്രം പറയും, എന്തായാലും ടെന്റ് കൊണ്ടുവന്നല്ലേ, ഞാൻ അടിക്കാന്ന് പറഞ്ഞ് അത് വാങ്ങിച്ച് വിക്രം പുറത്തേക്ക് ഇറങ്ങും. പിന്നാലെ ഗൗരിയും ഷീലയും വരും നോക്കി നിൽക്കും. അങ്ങനെ വിക്രം ഓരോന്ന് ടെന്റ് ഇങ്ങനെ റെഡിയാക്കുന്ന സമയത്ത് ഷീലയും ഗൗരിമോളും അത് ഹെൽപ്പ് ചെയ്യണേ. എന്നാലും രാത്രി ഇതിനകത്ത് കിടക്കാന്നൊക്കെ പറഞ്ഞാ ഷീല പറയുമ്പോ ഗൗരിമോള് പറയും, അതിനൊരു കാരണമുണ്ട്. എന്ത് കാരണം? അപ്പോഴേക്കും ഷീലേനെ സേതുമ്മ വിളിക്കുമ്പോ അവരവിടുന്ന് പോവാ. വിക്രം ഗൗരിമോളോട് വയ്ക്കും, എന്തിനാ? ഗൗരി വയ്ക്കും, എന്ത്? വിക്രം പറയും, അല്ല, ഇതിനകത്ത് കിടത്തുന്നതേ, അതൊക്കെ ഉണ്ട് കാര്യം, പറയുന്നേ, അതൊക്കെ ഉണ്ട്. വിക്രം പറയും, എന്നാ ഞാൻ പറയട്ടെ? ഗൗരി പറയും, പറ. വിക്രം പറയും, ചോട്ടാക്കടകന്റെ കയ്യിൽ ഒരു കുഞ്ഞു പീപ്പി ഉണ്ട്, അതെടുത്ത് ചോട്ടാക്കടകൻ എല്ലാരും ഉറങ്ങുമ്പോ ഊതും. അപ്പൊ പോക്കാൻ പോത്തീന്ന പെരിച്ചായി മാക്രാൻ കൊണ്ടിരുന്ന ഓന്തും അങ്ങനെ ഓരോരുത്തർ വന്ന് ചെമ്പു ആക്രമിക്കും, അതല്ലേ? ഗൗരി പറയും, അതന്നെ. അപ്പൊ ചെമ്പുകൻ പേടിച്ചോടും. വിക്രം പറയും, അങ്ങനെയൊന്നും ഓടില്ല, വരുന്ന എല്ലാത്തിനെയും ചെമ്പുകൻ വാള് വെച്ചിട്ട് ടിഷും 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 എന്ന് പറഞ്ഞ് വെട്ടി വീഴ്ത്തും. ഗൗരി പറയും, നമുക്ക് കാണാം. വിക്രം പറയും, കാണാനൊന്നുമില്ല, ചമ്പുകൻ ജയിക്കും. ഗൗരി പറയും, തോറ്റു തൊപ്പിയിടും, ജയിച്ച് കിരീടം വെക്കും. കാരണം എന്താണെന്നറിയോ? ചെമ്പുകൻ ശരിക്കും ആരാണെന്നറിയോ? ഗൗരിക്കും, ആരാ? വിക്രം പറയും, രാജാവ്, വിക്രമാദിത്യ മഹാരാജാവ് എന്ന് പറഞ്ഞ് ആ ഒരു ആക്ഷനൊക്കെ കാണിച്ച് പൊട്ടിച്ചിരിക്കുക. ഇത് കാണുമ്പോൾ ഗൗരിമോൾക്ക് വിക്രമിന്റെ രൂപം മൊത്തത്തിൽ മാറിയതുപോലെ തോന്നും. എന്നിട്ട് ഗൗരിമോളെ നോക്കി കൊഞ്ഞളം കുത്തുന്ന പോലെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഗൗരിയെ സേതുലക്ഷ്മി വിളിക്കും, മോളെന്താ അവിടെ നിൽക്കുന്നത്, വന്നേ, ഉറങ്ങാറായി. അപ്പൊ ഗൗരിമോൾ പോവാൻ നേരത്തെ പറയും, നിങ്ങളെ വിക്രമാദിത്യ മഹാരാജാവ് ഒന്നുമല്ല, ചെമ്പുകന ഉറപ്പായും തോറ്റു തൊപ്പിയിടും, എന്നാ നമുക്ക് കാണാം. ആ, കാണാന്നേ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ സേതുലക്ഷ്മി വന്നിട്ട് വയ്ക്കും, നിങ്ങൾ എന്താ ടെന്റിലാണോ കിടക്കുന്നത്? റാംബയുടെ റൂമിൽ കിടക്കായിരുന്നല്ലോ. വിക്രം പറയും, വേണ്ട, ഇത് മതി. ആ, ഒരു കണക്കിന് ബോഡി ഗാർഡ് പുറത്ത് കിടക്കുന്നത് തന്നെയാ നല്ലത്, വാ എന്ന് പറഞ്ഞ് മോളെ കൂട്ടിക്കൊണ്ടു പോവാ. പോവാൻ നേരത്തെ മോള് തിരിഞ്ഞു നിന്നിട്ട് പറയും, നിങ്ങളെ വിക്രമാദിത്യ മഹാരാജാവ് ഒന്നുമല്ല, ചെമ്പൂകൻ. സേതുമ്മ മോളെ എടുത്തോണ്ട് പോകട്ടോ. വിക്രം ഇങ്ങനെ നോക്കി നിന്ന് ചിരിക്കുക. അങ്ങനെ മോള് പോയി കഴിഞ്ഞാൽ വിക്രം അവിടെ ഇങ്ങനെ ഇരിക്കട്ടോ. എന്നിട്ട് പെട്ടെന്ന് വേദന ഓർക്കും, വിക്രമാദിത്യൻ ചേട്ടാ എന്ന് പണ്ട് വിളിച്ചിരുന്ന അതൊക്കെ ഓർത്ത് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഒരു ചെറു പുഞ്ചിരിയോടെ ഇരിക്കട്ടോ അവിടെ. ശേഷം പിന്നീട് കാണിക്കുന്നത് ഗൗരിമോള് വേദയുടെ ഫോണിൽ സംസാരിക്കാട്ടോ. വേദയ്ക്കും. എന്നിട്ട് ഗൗരി പറയും, പുളുവാ, ഫുക്രാന്ന പേരിലുള്ള കത്തി ഉണ്ടത്രേ, ചെമ്പുകന്റെ കയ്യിലുള്ളത് കാളികണ്ണല്ലേ. വേദ പറയും, അമ്മയ്ക്ക് ഓർമ്മയില്ല. മോളിക്കും, ആണോ? പക്ഷെ ആ ആൾക്ക് ചെമ്പുകന്റെ മുഴുവൻ കഥ അറിയാം, പോക്കാച്ചി തവളേനെയും പെരിച്ചാതിയും ഒക്കെ എവിടുന്നാ വരുന്നതെന്ന് പറയാം. വേദ പറയും, ആ, അയാളും ദിവസവും ചോട്ടാക്കടകന്റെ കാർട്ടൂൺ ദിവസവും കാണുന്നുണ്ടാവും, അതാ. ഗൗരി പറയും, ആയിരിക്കും, പക്ഷെ അയാള് പറയുന്നതേ ചെമ്പുകനല്ല, വിക്രമാദിത്യ മഹാരാജാവാണെന്നാ. വേദയ്ക്കും, വിക്രമാദിത്യ മഹാരാജാവോ? അതേന്നെ, എനിമീസിന് അയാളെ ഡിഷും വെട്ടിക്കൊല്ലും. വേദയ്ക്കും, ആണോ? ഗൗരി പറയും, ആ, അതെ. അപ്പോഴേക്കും ഒരു കോള് വരും, അമ്മേ, അച്ഛൻ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ കോള് കട്ട് ചെയ്യും. അങ്ങനെ പിന്നീട് തരുണിനോട് സംസാരിക്കുക, അച്ഛന്റെ ചക്കരക്കുട്ടി എന്ത് ചെയ്യാ? ഞാൻ അച്ഛനെ വിളിക്കാൻ നിൽക്കായിരുന്നു, അപ്പോഴാ അമ്മ വിളിച്ചത്, കൊറേ പറയാനുണ്ട്. ആണോ? എങ്കിൽ അച്ഛൻ കേൾക്കട്ടെ. അങ്ങനെ ഗൗരി വിശേഷങ്ങളൊക്കെ ഇതുപോലെ തന്നെ തരുണിനോടും പറയാം. വേദ ഈ സമയം വിക്രമാദിത്യ മഹാരാജാവ് എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് അവിടെ എണീറ്റ് ജനലിൻ്റെ അടുത്ത് ഇങ്ങനെ പോയി നിൽക്കും. എന്നിട്ട് വിക്രമിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കണേ, പഴയ ഓരോ കാര്യങ്ങളെ. ഈ സമയം വിക്രമും വേദയെക്കുറിച്ച് ആലോചിച്ച് ആ ടെൻറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കട്ടോ. അങ്ങനെ രാത്രി ഒരുപാട് സമയമായി. പിന്നീട് കാണിക്കുന്നത് മാഷ് ഇങ്ങനെ പെട്ടെന്ന് ഞെട്ടി എണീക്കുന്നതാണ്. ആമി അച്ഛാ എന്ന് വിളിച്ചിങ്ങനെ കരഞ്ഞ് ബഹളം വെക്കുന്നത് കേട്ടിട്ട്. അപ്പോഴേക്കും അരവിന്ദനും റൂമിലേക്ക് വന്ന് നോക്കാട്ടോ. അപ്പോൾ ഉണ്ടാവും ബെഡിൽ ആരുമില്ല. മോള് ആമി അവിടെ ഒരു
മൂലയിൽ പോയിരിക്കുന്നേ. മോളെ എന്താ എന്താ പറ്റിയേ എന്ന് വെച്ചാൽ അടുത്തേക്ക് ചെല്ലും. അപ്പോഴേക്കും മാഷു എത്തും. ആമയുടെയും ആരോ വന്നു. മാഷയ്ക്കും ആര് അറിയില്ല. രണ്ടാൾക്കാര്, അവരുടെ കയ്യിൽ ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് തലയില്ല. മാഷാകെ ഷോക്കായി നിൽക്കുകയാണ് ഇത് കണ്ടിട്ട് ട്ടോ. അപ്പോഴേക്കും അരവിന്ദേട്ടൻ മോളെ എണീപ്പിച്ച് ഒന്നുമില്ലടാ എന്ന് പറഞ്ഞ് കട്ടിൽ കൊണ്ടുവന്നിരുത്തും. അച്ഛാ പോവല്ലേ. മാഷ് ഒന്നും മിണ്ടാതെ അവിടുന്ന് പോകട്ടോ. അച്ഛൻ ഉറങ്ങല്ലേ കേട്ടോ. അച്ഛൻ ഉറങ്ങി അവർ വീണ്ടും വരും. അങ്ങനെ ഓരോന്ന് പറഞ്ഞൊരു ഭ്രാന്തിയെ പോലെ പെരുമാറാട്ടോ. അങ്ങനെ ഒരുവിധം ആമയെ ഉറക്കിയതിന് ശേഷമാണ് അരവിന്ദേട്ടൻ മാഷ അടുത്തേക്ക് ചെല്ലുന്നത്. മാഷ് ഉറങ്ങിക്കോളൂ, ഞാൻ അവളുടെ അടുത്ത് പോയിരിക്കാം. ഇതത്രയ്ക്ക് വലിയ അസുഖമല്ല മാഷേ, ചെറുപ്പത്തിൽ എന്തോ തട്ടിയ പേടിയാ. അടുത്ത ആളുണ്ടെങ്കിൽ ഓക്കെയാണ്. മാഷ് പറയും അരവിന്ദൻ എന്തായാലും അവളുടെ അടുത്തേക്ക് ചെല്ലേ. സ്വപ്നം കണ്ടതിന്റെയാ, വേറൊന്നും അല്ല കേട്ടോ. ഹോസ്പിറ്റലിൽ വെച്ച് പിന്നെ ഒരു പാനിക് അറ്റാക്ക് വന്നതിന്റെ ആയിരിക്കും. എന്നാ മാഷ് എന്ന് കിടന്നോളൂ. മാഷ് അവിടുന്ന് പോവും. അരവിന്ദൻ വിഷമത്തിലോട്ട് നിക്കാട്ടോ. പിന്നീട് രാവിലെ ഷീല ചായ ആയിട്ട് വിക്രമിനെ അടുത്തേക്ക് വരിക കേട്ടോ. പാവം തണുത്ത് വിറച്ച് കാണും എന്ന് പറഞ്ഞ് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പൊന്തിച്ച് നോക്കുമ്പോൾ അതിനകത്ത് വിക്രമില്ല. ഇതെവിടെ പോയി? നടക്കാൻ പോയി കാണും, വരട്ടെ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഈ സമയം മോള് നല്ല ഉറക്കത്തിലാണ്. സേതുവമ്മ പോയി എഴുന്നേൽപ്പിക്കും. ഒരു 5 മിനിറ്റ് കൂടെ അച്ഛമ്മേ, ഇന്ന് അത്തല്ലേ, നമുക്ക് പൂക്കളം ഇടണ്ടേ. അത് കേൾക്കുമ്പോൾ ഗൗരിമോള് നല്ല സന്തോഷത്തിൽ എണീക്കൂട്ടോ. വേഗം കുളിച്ച് റെഡിയായി സുന്ദരി കുട്ടിയായിട്ട് വാ, എന്നിട്ട് നമുക്ക് പൂക്കളിടാം. കുട്ടി വേഗം കട്ടിൽ നിന്ന് ചാടി എണീറ്റ് വിൻഡോയുടെ അവിടെ വന്ന് ആ ടെന്റിലേക്ക് നോക്കാട്ടോ. വിക്രമിനെ വെറുതെ അല്ല, ഇന്നലെ രാത്രി പറഞ്ഞല്ലോ ആരൊക്കെ വന്ന് പിടിച്ചോണ്ടോന്ന്. അങ്ങനെ വിക്രം അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ആമ ഇങ്ങനെ അത്ത തറയിലേക്ക് നോക്കി നിൽക്കുകയാണ്. അതായത് പൂക്കളൊന്നും ഇട്ടിട്ടില്ല. അരവിന്ദേട്ടൻ പൂക്കളിടാൻ വിളിക്കുന്നുണ്ടെങ്കിലും ആളിങ്ങനെ ആ ഡിപ്രഷന്റെ അവസ്ഥയിൽ ഇരിക്കണേ. മാഷു പറയും ചെല്ലുമോളെ, വീട്ടിലെ കുട്ടികളല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പം ഉണ്ടാവും വിക്രം അങ്ങോട്ട് വരുന്നത്. വിക്രം ചോദിക്കും എന്താ പ്രശ്നം. അരവിന്ദേട്ടൻ ചോദിക്കും വിക്രമിനോട് ആരെ വിളിച്ചു പറഞ്ഞേ. മാഷു പറയും രാത്രി തന്നെ വിളിച്ചു, ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നാലോ എന്ന് കരുതി. അരവിന്ദേട്ടൻ പറയും ഇങ്ങനെ തിരക്കിട്ട് വരണം എന്നുണ്ടായിരുന്നില്ല. വിക്രം പറയും അതൊന്നും കുഴപ്പമില്ല. അങ്ങനെ വിക്രം ആമയോട് ചോദിക്കും ഹലോ എന്തു പറ്റി, എന്താ പെട്ടെന്നൊരു പ്രശ്നം. ആമയൊന്നും പറയില്ല. വിക്രം അടുത്ത് വന്നിരിക്കും. എന്നിട്ട് പറയും അച്ഛനൊരു ചെറിയ മുറി ഉണ്ടായപ്പോ ഇങ്ങനെ പേടിച്ചാലോ. അച്ഛനാണെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ തുള്ളിച്ചാടി നടക്കുന്നു. ആമയറിയും ഞാൻ പറഞ്ഞിട്ടില്ലേ ചിലപ്പോ ഇങ്ങനെയാ. അച്ഛനും പറയും മോൾക്ക് അങ്ങനെ അസുഖമൊന്നുമില്ല, വന്ന് പൂക്കളിടെ ഈ ഉഷാറുകുറവൊക്കെ മാറട്ടെ. വിക്രമും വിളിക്കും. ആമി ഇല്ലാന്ന് പറഞ്ഞ് ഒരു താല്പര്യമില്ലാത്ത പോലെ ഇരിക്കുക. വാ ഞാനും കൂടാ എനിക്ക് എന്ന് പറഞ്ഞ് ആമിനെ പിടിച്ചു വലിച്ച് എണീപ്പിക്കുക. എന്നിട്ട് അവിടെ ഇരുന്ന് പൂക്കളിട കേട്ടോ. പൂക്കളൊക്കെ ഇങ്ങനെ വെക്കണേ. മാഷിന് അങ്ങനെ എന്തോ ഒരു സന്തോഷമൊന്നും ഇല്ല കേട്ടോ അത് കാണുമ്പോൾ. അങ്ങനെ ആമി പറയും മടുത്തു. അരവിന്ദേട്ടൻ പറയും മതി, ബാക്കി അച്ഛൻ തീർത്തോളാം. വിക്രം പറയും മടുത്തെങ്കിൽ പൊക്കോ, ബാക്കി ഞാൻ ചെയ്തോളാം. അങ്ങനെ വിക്രം അവിടെ ഇരുന്ന് പൂക്കളിട കേട്ടോ. മാഷ് അടുത്തേക്ക് വരും. വിക്രം നിനക്ക് പോണ്ടേ. പിന്നെ ആ കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോഴേക്ക് എനിക്ക് അവിടെ എത്തണം. അപ്പോൾ മാഷ് അവിടെ വന്നിരുന്നിട്ട് പൂക്കളിട കേട്ടോ. എന്നിട്ട് വയ്ക്കും ആമിയെക്കുറിച്ച് നിന്റെ മനസ്സിലെന്താ. വിക്രം ചോദിക്കും എന്ന് വെച്ചാ. മാഷു പറയും അരവിന്ദന്റെ ഉള്ളിലെ മറ്റു ചില തോന്നലുകളുണ്ട്. നിനക്ക് ആമിയോട് അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും അടുപ്പോ മറ്റോ. അച്ഛൻ അങ്ങനെയാണോ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്. വേദയില്ലാതെ മറ്റൊരാൾക്ക് എന്റെ ഉള്ളിൽ സ്പേസ് ഉണ്ടെന്ന് അച്ഛൻ വിചാരിക്കുന്നുണ്ടോ. മാഷോയ്ക്കും അത് ആമിക്ക് അറിയോ. വിക്രം പറയും തീർച്ചയായിട്ടും ഞാൻ അതേക്കുറിച്ചൊക്കെ അവളോട് സംസാരിച്ചിട്ടുണ്ട്. മാഷു പറയും അത് മതി, പെൺകുട്ടികളുടെ മനസ്സാ, പ്രത്യേകിച്ചും ഇങ്ങനൊരു അവസ്ഥയില് അവരുടെ ഉള്ളിൽ സംഭവിക്കുന്നത് എന്താണെന്ന് പ്രവചിക്കാൻ കഴിയില്ല. അവരുടെ ഒരു നല്ല സുഹൃത്തായിരിക്കുന്നതിൽ തെറ്റില്ല, അത് വേണം താനും. പക്ഷെ അതിനപ്പുറം ഒരു പ്രതീക്ഷ നൽകരുത്. വിക്രം പറയും ഒരിക്കലില്ല അച്ഛാ, എനിക്കറിയാം ഏതളവിൽ നിർത്തണമെന്ന്. പിന്നെ അരവിന്ദേട്ടന് അങ്ങനെ എന്തെങ്കിലും വിചാരം ഉണ്ടെങ്കിൽ അത് അച്ഛൻ തിരുത്തിയാൽ മതി എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ പൂക്കളിട്ടോണ്ടിരിക്കട്ടോ. അപ്പൊ വിക്രം പറയും എത്രയോ കാലായി നമ്മൾ ഒരുമിച്ച് പൂക്കളിട്ടിട്ട്. മാഷു പറയും അതെ. അങ്ങനെ അവരവിടെ ഇങ്ങനെ പൂക്കളിടുന്നത് കാണിച്ചുകൊണ്ടായിട്ടോ ഈ ഭാഗം കഴിയുന്നത്. അപ്പം നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്